Welcome back to a new video lecture, and here we discuss a very new topic, and it is earthquake. So let us go through the definition of earthquake. The vibrations induced in the earth's crust due to internal or external causes that virtually shake up a part of the crust and all the structures, living and non-living things existing on it. Okay, so actually some vibrations happened over the earth's surface. അത് എന്തു വേണമെങ്കിലും ആകാം. ഈ പറയുന്ന എർത്ത് എന്ന് പറയുന്നൊരു ഫിനോമിന ഹാപ്പൻ ചെയ്യാനായിട്ട് നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്ത് സർഫസിൽ സം വൈബ്രേഷൻസ്, അതായത് യൂഷ്വലി ഉള്ളൊരു പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നൊരു ഫിനോമിനയാണ് എർത്ത് എന്ന് പറയുന്ന ഫിനോമിന. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്ട്രക്ചേഴ്സ് കൊളാപ്സ് ആകാം, അത് ലിവിങ് ബീങ്സ് ഓർ നോൺ ലിവിങ് തിങ്സ് എല്ലാം കൊളാപ്സ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഹ്യൂമൻസ്, ആനിമൽസ്, എനിത്തിങ്, എന്ത് കാര്യത്തിനും ഒരു റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡാമേജ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഒരു സാധാരണയുള്ളൊരു സർഫസ് വളരെ സ്മൂത്തായിട്ട് പോകുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സം വേരിയേഷൻസ്, സം വൈബ്രേഷൻസ് ഹാപ്പൻ. സച്ച് കണ്ടീഷൻസ് ഈസ് കോൾഡ് ദ എർത്ത്. ഓക്കെ, ഈ എർത്ത് ലോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് നമ്മളൊരു സ്ട്രക്ചറിൽ ഡിസൈൻ ചെയ്യുന്ന കേസിൽ നിങ്ങൾ ഡിസൈനിൻ്റെ സബ്ജക്റ്റുകളിൽ ഫ്യൂച്ചറിലും കമ്മിങ് സെമസ്റ്റേഴ്സിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യും എർത്ത് ലോഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്. നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പം, ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ എ സ്ട്രക്ചർ, ഓക്കെ, ദ എർത്ത് ലോഡ് ഓൾസോ ഹാവ് ടു കൺസിഡർ. അതായത് നമ്മളൊരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ എർത്ത് പ്രോൺ ഏരിയാസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ എർത്ത് ലോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് എർത്ത് ലോഡ്. ദെൻ ദ ഗ്രൗണ്ട് മൂവ്മെൻറ്റ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ. ആക്ച്വലി ദിസ് ഹാപ്പൻസ് ഓൺലി ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻസ്. പെട്ടെന്ന് വന്ന് സഡൻ റിയാക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഡ്യൂ ടു ഡിസ്റ്റർബൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ റോക്സ് അറ്റ് സം ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് ദ. ആക്ച്വലി ഓൾറെഡി പറഞ്ഞിരുന്നു, ദർ ആർ സം വേരിയേഷൻസ്. ഓൾറെഡി പോകുന്ന ഒരു നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു സർഫസിനകത്ത് സം വേരിയേഷൻസ് ഓർ സം വൈബ്രേഷൻസ് ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദിസ് എർത്ത് വേക്ക്, ദ സ്ട്രോങ്ങസ്റ്റ്, ക്വിക്കസ്റ്റ് ആൻഡ് മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന, നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ കലാമിറ്റി തന്നെയാണ് എർത്ത് വേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ഡയഗ്രാം ഷോയിങ് ദിസ് എർത്ത് വേക്ക് ഡാമേജ്, അതായത് ഒരു എർത്ത് വേക്ക് ഉണ്ടായതിനു ശേഷം സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്നത്, അതായത് ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എർത്ത് വേക്ക് ലോഡിൻ്റെയും കൂടെ ഇമ്പോർട്ടൻസ് കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഒരുപാടധികം ലോഡ്സ് ഉണ്ട്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇപ്പം നിലവിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിലും അതിൻ്റെ തന്നെ സെൽഫ് വെയിറ്റിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലൈവ് ലോഡ്, ഇപ്പോൾ ഓൾറെഡി ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരുപാട് ഫ്ലാറ്റുകൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ എല്ലാം വെയിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ലൈവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആഡ് ചെയ്യപ്പെടേണ്ട കുറച്ച് ലോഡ്സാണ് എർത്ത് വേക്ക് ലോഡ്, ഫ്ലോർ ലോഡ്, സീസ്മിക് ലോഡ്. അപ്പം അതിനകത്ത് വരുന്ന ഒരു ടേമാണ് എർത്ത് വേക്ക് ലോഡ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞു, എ സഡൻ മോഷൻ ഓർ trembling of the earth caused by the abrupt release of energy that is stored in rocks. ഓൾറെഡി പറഞ്ഞിരുന്ന ടൈം തന്നെ, അതായത് സം വേരിയേഷൻസ് ഹാപ്പൻസ്, അതായത് ഒരു എനർജി റിലീസാണ് സംഭവിക്കുന്നത്, ഒരു ബേസ്റ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഈ ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നത്. ദ ടേം എർത്ത് വേക്ക് റെഫേഴ്സ് ടു എനി ഇവൻറ്റ്, നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ, ദാറ്റ് കോസസ് സീസ്മിക് വേവ്സ്. സോ വിച്ച് ലീഡ്സ് ടു ദ സീസ്മിക് വേവ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, ആക്ച്വലി വൈ വി ഷുഡ് സ്റ്റഡി ദിസ് എർത്ത് വേക്സ്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പഠിക്കുന്നത്? പറഞ്ഞിരുന്നു എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഒരു പ്രോപ്പർ ഡിസൈൻ മനസ്സിലാക്കണം. അതായത് എർത്ത് വേക്ക് പ്രോൺ ഏരിയ എവിടെയാണ്, അതുപോലെ അവിടെ എന്തൊക്കെ എർത്ത് വേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളമാണ് ആഫ്റ്റർ എഫക്ട്സ് സംഭവിക്കുന്നത്. ടു അസർട്ടൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു എർത്ത് വേക്ക്, ടു പ്രെഡിക്റ്റ് ദെയർ ഒക്കറൻസ്, ടു ഡിസൈൻ എർത്ത് വേക്ക് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ്. മെയിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ടു ഡിസൈൻ. ഓക്കെ, പ്രോൺ ഏരിയ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളമാണ് അതിൻ്റെ വീര്യമുള്ളത്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസൈൻ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സം ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് വിത്ത് ദിസ് എർത്ത് വേക്ക്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സീസ്മോളജി, സെക്കൻഡ് വൺ ഈസ് ഫോക്കസ്,
and then epicenter, seismic waves, then some other terms, magnitude, intensity, and isoseismals. So here we discuss about this seismology. Actually, what is the term called seismology? The science which deals with the study of earthquakes. അതായത് എർത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റഡീസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്മോളജി. ഓക്കെ, എനിത്തിങ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് earthquake, that is called seismology. Then what about the focus? So let us go through the definition first. Then with the help of diagram I will explain. The focus, the point or point of origin of earthquake below the surface of earth. Seismic waves originate from this point. So it is very clearly, once again I will say, the point, it is a point actually, of origin or point of origin of earthquake below the surface of earth. So the point is located below the surface of the earth, and from that point the seismic wave originate. So from this diagram you will get more clarity. The point is below the surface of the earth, and from that point the seismic waves is originate. Okay, നമ്മുടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എർത്ത് സർഫസിന്റെ ഏറ്റവും മീൻസ് ഒരു ബിലോ ദ സർഫസ് ആണ്. ഓക്കെ, അവിടെ നിന്നാണ് സീസ്മിക് വേവ്സ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിനെ വിളിക്കുന്നതാണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then what about the term called epicenter? The point or place on the earth surface vertically above the focus, and it is the point on earth surface where the vibrations from earthquake reach first. Once again repeat, the point or place on the earth surface vertically above the focus. ഫോക്കസിന്റെ തൊട്ടു മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിലുള്ള പോയിന്റിനെയാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് അവിടെ ആയിരിക്കും ഈ പറയുന്ന വൈബ്രേഷൻസ് റീച്ച് ചെയ്യുന്ന പോയിന്റ്, അതിനെയാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഡയറക്ട്ലി അബോവ് ദ വെർട്ടിക്കലി അബോവ് ദ ഫോക്കസ് പോയിന്റ്. സോ ദാറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ. ഈ ഒരു ഡയഗ്രാം എങ്ങനെയാണ് സീസ്മിക് വേവും ഹാപ്പൻ ചെയ്യുന്നു, അതുപോലെ ഫോക്കസ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, എപ്പിസെന്റർ എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് ക്ലിയർലി ഇതിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ very important term called seismic waves. The elastic waves generated at the focus during each earthquake travel in all directions with their characteristic velocities. ഓൾറെഡി പറഞ്ഞു, ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ പൊസിഷനിലാണ് ഈ പറയുന്ന സീസ്മിക് വേവ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, വിച്ച് വിൽ ട്രാവൽ ഇൻ ഓൾ ഡിറക്ഷൻസ്. അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു വെലോസിറ്റി, പല വേവ്സ് പല വെലോസിറ്റീസ് ആവാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബോഡി വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. ലെറ്റ് us classify them into body waves and surface waves. So here also you can go through the diagram. The focus position, the epicenter is directly above, seismic waves is originate. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. Okay, let us go through the term body waves. എന്താണ് body waves? It travels very deep into the body of the earth before re-emerging on the surface. Okay, actually this travels, the wave called the body waves. Okay, here we are discussing about the characteristic features of those waves. Okay, കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ എന്താണ് സ്പെഷ്യാലിറ്റി. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it travels very deep into the body of their surface. Okay, so that's the first case. Then velocity increases with the depth till 900 kilometers. The velocity will increases and recorded at far off distance from the focuses. Okay, so again we can classify them into two categories, that is P wave and S waves. രണ്ട് രീതിയിൽ നമുക്ക് ബോഡി വേവ്സിനെ, അതായത് ഓൾറെഡി പറഞ്ഞിരുന്നു വളരെയധികം ഡെപ്തിലേക്ക് പോകുന്ന ഒരു വേവിൻ്റെ കാറ്റഗറി പെടുന്നതാണ് ബോഡി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വെലോസിറ്റിയുടെ കേസും പറഞ്ഞു, ഇൻക്രീസസ് അപ് ടു എ സർട്ടൻ വാല്യൂ, ദാറ്റ് ഈസ് 900 കിലോമീറ്റർ വരെയാണ് ഇത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് we can classify them into two categories, that is P waves and S waves. What are the specialities of P waves? എന്താണ് P വേവിൻ്റെ സ്പെഷ്യാലിറ്റി? നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി വേവ്സ്, പുഷ് ആൻഡ് പുൾ വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ, കംപ്രഷണൽ വേവ്സ്. പല രീതിയിലുള്ള പേരുകളാണ്, അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഡയഗ്രാമത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
സോ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് പ്രൈമറി വേവ് ആണ്. ദ നെയിം ഇൻഡിക്കേറ്റ്സ് പി വേവ്, ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി വേവ് ആൻഡ് ഇറ്റ്സ് happens or it is in the case of compressional waves ഒരു കംപ്രസീവ് മോഡിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ ഫാസ്റ്റ് സിസ്മിക് വേവ് ആണ്. Then very important point, the particles vibrate in the direction of propagation. As the propagation എങ്ങനെയാണോ മൂവ്മെന്റ് അതേ ഡയറക്ഷനിലായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. Then causes preliminary turn, some shake will happen and it can pass through solid, liquid, gas propagation. Any media it can travel. So that's a case of P waves. Then moving on to the S waves, that is called the secondary waves or shear waves, like all those names are there. What's the speciality? Causes shaking of Earth's surface. Particles vibrate perpendicular to the direction of propagation. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ ദ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നു. Whereas in the case of S waves, it vibrate perpendicular to the direction. It does not propagate through liquid gas media. Okay. Then moving on to the second term, that is surface waves. Confined to the near surface layers of the earth. Okay, it is closely formed or near to the surface. എർത്തിന് സർഫസിനോട് ചേർന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് സർഫസ് വേവ്സ് ഓർ എൽ വേവ്സ്. റെക്കോർഡഡ് ആഫ്റ്റർ ദ അറൈവൽ ഓഫ് പി ആൻഡ് ഓക്കെ ആഫ്റ്റർ ദിസ് അറൈവൽ ദിസ് വിൽ ബി റെക്കോർഡഡ്. പി ആൻഡ് എസ് വേവ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടൈപ്പാണ്. അതോടൊപ്പം തന്നെ ലോ സ്പീഡ് ആൻഡ് ഹൈ വേവ് ലെങ്ത്. ഓക്കെ, വളരെയധികം ഡേഞ്ചറസ് ആണ് ഈ സർഫസ് വേവിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ആക്ച്വലി സ്പീക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് വേവ്സ് ഇസ് ഹിയർ. Then moving on to the next term, that is Rayleigh waves. Again we can classify surface waves into two categories, that is Rayleigh waves and Love waves. So the displacement of particle is very complex. Okay, in the case it is mentioned the particle movement or particle displacement or displacement എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. Then some shapes, zigzag shapes will happen. And again moving on love waves, the display of horizontal movement ആണ്. Then less speed than Rayleigh. When comparing with these waves, Rayleigh waves, its speed is very less. Okay, so we can classify the seismic waves into two, that is body waves and surface waves. Note down those body waves and surface waves, then the different classifications of body waves and surface waves. Okay, then already mentioned points is okay. So let us take through these definitions also. The love waves, rock moves side to side and perpendicular to wave direction. പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അതായത് let us go through this diagram. The wave direction is in these directions. Okay, the right directionലാണ് മൂവ്മെന്റ്. പക്ഷേ ഈ റോക്സിൻ്റെ മൂവ്മെൻറ്റ് സൈഡ് ടു സൈഡ് മൂവ്മെൻ്റ് ആണ് ഹാപ്പൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിനെ ലവ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കേസ്, ദാറ്റ് ഈസ് റെയിലേ വേവ്സ്. ഇത് മൂവ്മെൻറ്റ് ഇസ് ഇൻ ദി ഡയറക്ഷൻ ബട്ട് ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ റോളിംഗ് മോഷൻ ഇസ് ഹാപ്പനിങ്. ഓക്കെ, അതാണ് റെയിലേ വേവ്സിൻ്റെ കേസ്. അതായത് വേവിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ ഒരു രീതിയിൽ പോകുന്നു, എന്നാൽ ഈ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ ഒരു റോളിംഗ് മോഷൻ ആയിരിക്കും ഹാപ്പൺ ചെയ്യുന്നത്. So it is clearly given here also, this diagram. Okay, rolling action happened in the Rayleigh waves. Okay, actually here this is an example showing how this works. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പാർട്ടിക്കിൾ മോഷൻ്റെ കേസ് പ്രൈമറി വേവിൻ്റെ കേസിൽ എങ്ങനെയാണ് അവിടെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പുഷ് ആൻഡ് പുൾ ടൈപ്പ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിനൊരു ക്ലിയർ കട്ട് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ മീൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൈമറി വേവിൻ്റെ ഒരു ഒബ്സർവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി വേവിൻ്റെ കേസിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പാർട്ടിക്കിൾ മോഷൻ ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. അതിന് ക്ലിയർ കട്ട് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ലവ് വേവ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു സൈഡ് ടു സൈഡ് ഒരു മോഷനാണ് ഹാപ്പൻ ചെയ്യുന്നത്. പ്രൊപ്പഗേഷൻ ഓഫ് ലവ് വേവ് ഒരു ഡയറക്ഷനിൽ പോകുന്നു, ദെൻ സൈഡ് ടു സൈഡ് മോഷൻ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നു. ദ ലാസ്റ്റ് വൺ റെയിലേ വേവ്സിൻ്റെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു റോളിംഗ് എഫക്റ്റ്, എലിപ്റ്റിക്കൽ റോളിംഗ് എഫക്റ്റും കാണാൻ സാധിക്കും വളരെ ക്ലിയർ ആയിട്ട്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഷോസ് ദ ഹൗ ദിസ് പി വേവ്സ് മൂവ്സ്. ഓക്കെ, പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് തന്നെയായിരിക്കും പാർട്ടിക്കിളിൻ്റെ മോഷൻ. അതിന് വളരെ ക്ലിയർ ആയിട്ടാണ് ഈ എക്സാമ്പിൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഹൗ ദിസ്
moves as the direction of propagation itself. In the second case, the S wave, it is actually perpendicular. The particle motion is in the perpendicular direction. S wave. Okay. Then love wave, how the particle, it is in the side to side motion. Particle motion is in the side to side motion happened. Then Rayleigh waves, how a rolling motion happened over the particles. അതായത് Rayleigh waves-ന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഒരു റോളിംഗ് എഫക്റ്റ് ആണ്, എലിപ്റ്റിക്കൽ റോളിംഗ് എഫക്റ്റ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. ടുഡേ we have seen the term earthquake and why to study this earthquake, then regarding some terminologies like focus, epicenter, then different types of waves, seismic waves, that is P waves, S waves, love waves, Rayleigh waves, all those things we have seen. Okay, you have to check out the very importantly these terms is focus, epicenter. What is focus, what is epicenter? Write down the notes very clearly. Okay, so I hope the section is clear, and with this we wind up today's section. Thank you.